ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സും അല്ലാതെയും പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. TTDC കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് 10 ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റാണ്. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. കാണുമ്പോൾ തന്നെ അറിയാം. 300 രൂപയാണ് 10 ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ലപോലെ കളർ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. 300 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നിറയെ ലീഫുകളാണ്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്. അത് ഇതാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഒരുപാടില്ല, പക്ഷേ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. 10 ക്യാരറ്റിൻ്റെ ഇതേ സൈസുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് 300 രൂപയാണ്. ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇനി അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ്. അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റുകളാണ്. 220 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതേപോലെ വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിറയെ ലീഫുകളുള്ള പ്ലാന്റാണ്. 220 മിൽക്കി വൈറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു ബുഷി പോട്ടാണ്. ഇത് 2 ഷൂട്ടുള്ള പ്ലാന്റ്. 2 പ്ലാന്റുകളുണ്ട്. 520 ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ് അല്ല, ഞാൻ കാണിച്ചല്ലോ ഇതിനകത്തിൽ. ഇതുപോലെ നല്ല ഇതാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 520 ഇതിൻ്റെ പ്രൈസ്. ഇതിലൊരു ലീഫ് നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കളർ വരുന്ന പ്ലാന്റ് ആണ്. 520 ഇതിൻ്റെ പ്രൈസ്. നല്ലപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇനി അടുത്തത് പിങ്ക് ലെഗസിയാണ്. പിങ്ക് ലെഗസിയുടെ പ്ലാന്റുകളാണ്. 350 ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് പിങ്ക് ലെഗസി. അതുപോലെ തന്നെ വളർത്താനും നടാനും ഒക്കെ എളുപ്പമുള്ള പ്ലാന്റുകളാണ്. വെറും മണ്ണിൽ നട്ടിരുന്നാൽ മതി. നല്ല രീതിയിൽ വളരുന്ന പ്ലാന്റുകളാണ്. നല്ലപോലെ കളറൊക്കെ വരുന്ന പ്ലാന്റുകളുമാണ്. ഇതാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. ഇതിൽ ഡബിൾ ഷൂട്ട്, അതിന് മുകളിലും ഷൂട്ടുകളുള്ള പ്ലാന്റാണ്. ഞാൻ ഡബിൾ ഷൂട്ടെന്നേ പറയുന്നുള്ളൂ. ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. 350 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മളൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പോട്ട് നിറയെ പ്ലാന്റുകൾ കാണും. പെട്ടെന്ന് തന്നെ വളരും. നമ്മൾ കട്ടയൊന്നുമില്ലാതെ വെറും മണ്ണിനകത്തിൽ, അതായത് വലിയ കല്ലുകളൊന്നുമില്ലാത്ത മണ്ണിനകത്ത് നട്ടിരുന്നാൽ മതി. പിങ്ക് ലെഗസിയുടെ പ്ലാന്റ്. ഇതുപോലെ തന്നെ ഗ്രീൻ ലെഗസി, ബ്ലാക്ക് ലെഗസിയുടെ പ്ലാന്റുകളും അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതൊരു ഫേൺ വെറൈറ്റിയാണ്. കോബ്ര ഫേൺ ആണ്. കോബ്ര ഫേണിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 450 ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 450 കോബ്ര ഫേണിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ നാരോ ബട്ടർഫ്ലൈ ആണ്. നാരോ ബട്ടർഫ്ലൈയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 300 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഈ പ്ലാന്റിന് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബുഷി പോട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ നിറയെ ഷൂട്ടുകളൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് 300 രൂപയാണ്. അടുത്തത് അഗ്ലോണിമ വിഡൂരിയുടെ വലിയ സൈസുള്ള പ്ലാന്റുകളാണ്. 380 പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതേപോലെ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 380 ഇതിൻ്റെ പ്രൈസ്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇത് വലിയ പ്ലാന്റുകളാണ് വിഡൂരിയുടെ. 380 ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് 2 സാൻസവേരിയ വെറൈറ്റിയാണ്.
150 രൂപയാണ്. ഇത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 150 ആണ്. രണ്ടും രണ്ട് വ്യത്യസ്തമായ വെറൈറ്റികളാണ്. ഞാൻ ഒരുമിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. സാൻസവേരിയ വെറൈറ്റി അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ്. 150 ആണ് ഇതിൻ്റെ പ്രൈസ്. ഒരുപാട് കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് സാൻസവേരിയ വെറൈറ്റീസ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻഡോറൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് ഇൻഡോറൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ്. അടുത്തത് ബിഗ്രോയുടെ പ്ലാന്റുകളാണ്. നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള ബിഗ്രോയുടെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് 280 ആണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ കളറും പിങ്ക് ഷെയ്ഡൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 280 ആണ് ഇതിൻ്റെ പ്രൈസ്. അതാണ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഈ സൈസിലുള്ള ബിഗ്രോയുടെ പ്ലാന്റുകൾക്ക് 280 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ഒരു റെയർ അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അല്പം റെയറായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ ലീവ്സിൽ ലൈറ്റ് കളറ് കയറി വരുന്ന പ്ലാന്റുകളാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. മീഡിയം സൈസ് പ്ലാന്റുകളാണ്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിപ്പം കുറച്ചുകൂടെ വലുപ്പം വെച്ചിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. ഇനി അടുത്തത് ലേഡി വാലന്റൈൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. 280 ആണ് ഇതിൻ്റെ പ്രൈസ്. ലേഡി വാലന്റൈൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണെല്ലാം. 280 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ ഡബിൾ ഷൂട്ടാണ്. നേരത്തെ കാണിച്ച പ്ലാന്റും ഇതേപോലെ തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് ഇത് നല്ല ഒരു പിങ്കും പീച്ച് കളറും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിന് വരുന്നത്. ഈ കളറ് എല്ലാ ലീവ്സിലും കയറി വരുന്ന പ്ലാന്റുകളാണ്. ഫുള്ളായിട്ട് ആ കളറായിട്ട് മാറും. 280 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ലക്ഷബിൻ്റെ മീഡിയം സൈസ് പ്ലാന്റുകളാണ്. ഇതിൻ്റെ പ്രൈസ് 250 ആണ്. മീഡിയം സൈസ് ഇത് ലക്ഷബിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. ഒരുപാട് സീഡ്ലിംഗ് സൈസ് അല്ല, അല്പം കൂടി വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. ലക്ഷബിൻ്റെ മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റുകൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിപ്പമുള്ള പ്ലാന്റ്സ് ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെറിയ പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് പിങ്ക് ഡാൽമിഷിൻ്റെ പ്ലാന്റുകളാണ്. പിങ്ക് ഡാൽമിഷിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് 250 ആണ്. ഈ പ്ലാന്റ്സിലെല്ലാം പിങ്ക് കളറ് കയറി വരുന്നത്, ഫുള്ളായിട്ട് കളർ വന്നിട്ടില്ല. ഇതേപോലെ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ്. നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. നിറയെ ലീഫുകളൊക്കെ ഉണ്ട്. കളർ ഫുള്ളായിട്ട് വന്നിട്ടില്ല, വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് റെഡ് എമറാൾഡിൻ്റെ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്. കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 300 രൂപയാണ് റെഡ് എമറാൾഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 300 രൂപയാണ്. അടുത്തത് ഒരു അഗ്ലോണിമ കോംബോയാണ്. അഗ്ലോണിമയുടെ 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. 650 ആണ് ഈ കോംബോയുടെ പ്രൈസ്. പ്ലാന്റ്സ് ഇതൊക്കെയാണ്. ഇതിൽ നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റ്, അതായത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ട്. ആ റെയർ അഗ്ലോണിമ വെറൈറ്റിയിലെ ബേബി പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ട്രൈ കളറിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്. കൂടാതെ അഗ്ലോണിമ ക്ലിയോപാട്രയുടെ ബേബി പ്ലാന്റ് ഉണ്ട്. 4 പ്ലാന്റുകളാണ്. ഈ 4 അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും കൂടെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് 650 രൂപയാണ്. ഇത് ഒറ്റ കോംബോയേ ഉള്ളൂ. ഈ ഒരു കോംബോയേ ഉള്ളൂ. 650 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ജയ്പോങ് റെഡിൻ്റെ ബുഷി പോട്ടാണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 540 ആണ് ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്.
അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 540 വേപ്പങ് റെഡിൻ്റെ ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. കളറൊക്കെ നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി അടുത്തത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോണിൻ്റെ പെരൈസോവേഡിയുടെ പ്ലാന്റാണ്. പെരൈസോവേഡിയുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 300 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഫിലോഡെൻഡ്രോൺസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കറിയാം ഈ പ്രൈസിൽ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ശരിക്കും വർത്താണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ലപോലെ ഏരിയൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ കളർ വേരിയേഷൻസൊക്കെ ആ ലീഫിൽ വന്നിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് വളർത്താൻ പരുവമായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 270 രൂപയാണ്. നല്ലപോലെ തന്നെ ലീഫുകൾ നല്ല വലിപ്പമുള്ള ലീഫുകളാണ്. അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുമാണ്. അതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അലോക്കേഷ്യ വെറൈറ്റീസ് എല്ലാം തന്നെ അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭംഗി കൊണ്ടാണ് അതിന് ഇത്രയും ഡിമാൻഡ് വരുന്നത്. ഈ പ്ലാന്റും അതുപോലെ തന്നെ നല്ല പ്ലാസ്റ്റിക് ഇലകളൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഭംഗിയുള്ള പ്ലാന്റുകളാണ്. 270 അതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് കലാത്തിയുടെ ബുഷിപ്പോട്ടുകളാണ്. കലാത്തിയ ഒർണാട്ടയുടെ ബുഷിപ്പോട്ടുകളാണ്. 280 രൂപയാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് ഒർണാട്ടയുടെ ബുഷിപ്പോട്ട്. തൊട്ട് മുമ്പ് കാണിച്ച അലോക്കേഷ്യയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒർണാട്ട പ്ലാന്റിൻ്റെയും ലീഫ് നല്ല ഭംഗിയുള്ള ലീഫാണ്. അതും പ്ലാസ്റ്റിക് ലീഫ് പോലെ തന്നെ തോന്നിക്കുന്ന ടൈപ്പ് ലീഫുകളാണ്. 280 ഈ പ്ലാന്റിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത്. എല്ലാം ബുഷിപ്പോട്ടുകളാണ്. ഇനി അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയുടെ റാറ്റിൽ സ്നേക്കാണ്. നല്ല രീതിയിൽ ബുഷായിട്ടുള്ള പോട്ടുകളാണ്. 300 രൂപയാണ് റാറ്റിൽ സ്നേക്കിൻ്റെ ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ്. നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ അനുസരിച്ച് ഇതിന് നല്ല രീതിയിൽ വലിപ്പം വരുന്ന പ്ലാന്റുകളാണ്. വലിപ്പം മീൻസ് ലീഫൊക്കെ നല്ലപോലെ തന്നെ തിക്കായിട്ട് വന്നിട്ട് അല്പം കൂടെ ഒക്കെ വലിപ്പം കൂടി വരുന്ന പ്ലാന്റുകളാണ്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഈ പോട്ടിൻ്റെ അനുസരിച്ചുള്ള വലിപ്പമേ അതിന് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സിറ്റൗട്ടിലൊക്കെ നല്ല അല്പം വലിപ്പമുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റ്സ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.